തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നതയെന്ന വാർത്ത തള്ളുകയാണ് മന്ത്രി എം. രാജേഷ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വ്യാജ പ്രചാരണമാണ് ചിലർ നടത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പിനെതിരെ താൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രി കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടു എന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് വന്നത്. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. മിനിസ്റ്റർ അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഞാൻ യോഗത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു. മലയാളത്തിൽ യോഗം 3 മണിക്കായിരുന്നു. 5 മണിക്ക് ആ യോഗം കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത്. 5 മണിക്ക് ആ യോഗം കഴിഞ്ഞ് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? നിങ്ങളെല്ലാം അറിയുന്നവരാണോ? എല്ലാം അറിയുന്നവരാ? ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളെല്ലാം ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത്. 5 മണിക്ക് ആ യോഗം തീർന്നില്ലല്ലോ. 6 മണിവരെ യോഗം നീണ്ടുപോയില്ലേ? ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത്. ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒന്നായതുകൊണ്ട് ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല. സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായ ഒരു പദ്ധതിയിൽ സ്വാഭാവികമായും താങ്കൾ പങ്കെടുക്കണമല്ലോ. ശ്രീത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത്, മന്ത്രിമാർ തമ്മിൽ ഭിന്നതയുണ്ടെന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് എം. രാജേഷ് അതിലെ അതൃപ്തി അറിയിച്ചു എന്നൊക്കെ പുറത്തു വന്ന വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. വ്യാജ പ്രചാരണമാണ്, തെരഞ്ഞെടുപ്പ് കാലം വരാനിരിക്കെ വ്യാജ പ്രചാരണം നടത്തുന്നു എന്ന വിമർശനമൊക്കെയാണ് മന്ത്രി പറയുന്നത്. ഒരു മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. നിർണായക യോഗമായിരുന്നു. അത് നീണ്ടുപോയത് കൊണ്ടാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ശ്രീത്ത്, വിവരങ്ങൾ തിരുവനന്തപുരത്ത്. റിജിത്ത്, ഈ തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശഭരണ വകുപ്പിനും ഇടയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇതിനോടുള്ള പ്രതികരണമാണ് മന്ത്രി എം. രാജേഷ് ഇപ്പോൾ നടത്തിയത്. എന്നാൽ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അത്ര കണ്ട് വസ്തുതാപരമാണോ എന്ന കാര്യം സംശയമാണ്. ഒന്ന്, അദ്ദേഹം പറയുന്നു താൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിച്ചിട്ടില്ല എന്നത്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദം ശരിവെച്ചാൽ തന്നെ ഈ കാര്യത്തിൽ തദ്ദേശഭരണ വകുപ്പിൻ്റെ ചുമതലയിലുള്ള ഒരു പദ്ധതിയെ പൊതുമരാമത്ത് വകുപ്പ് അപ്പടി ഏറ്റെടുത്ത് തങ്ങളുടെ പദ്ധതിയായി അവതരിപ്പിക്കുന്നതിലുള്ള അതൃപ്തി തദ്ദേശഭരണ വകുപ്പിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരം ചില കാര്യങ്ങൾ തദ്ദേശഭരണ വകുപ്പിൽ നിന്ന് തന്നെ മാധ്യമങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മന്ത്രി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിച്ചോ ഇല്ലയോ എന്നതിൽ മാത്രമാണ് അദ്ദേഹം തർക്കം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദം ശരിവെച്ചാൽ തന്നെ അദ്ദേഹത്തിന് തലസ്ഥാന നഗരത്തിൽ ഉണ്ടായിരുന്നിട്ടും ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച യോഗം 3 മണിക്കായിരുന്നു. അത് എന്തായാലും 5:30 ആ യോഗം നീണ്ടുപോയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യോഗം കഴിഞ്ഞ് അന്നേ ദിവസം 6:50 തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട നടപടികളെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ കാര്യങ്ങളിൽ ഈ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശരിവെച്ചാൽ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ രാവിലെ ഇത് മന്ത്രി അതൃപ്തി അറിയിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ വിയോജനക്കുറിപ്പ് അല്ലെങ്കിൽ അത് നിഷേധിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. എന്നാൽ മന്ത്രി എം. രാജേഷ് ഇന്ന് ഇത്രയും നേരം കഴിഞ്ഞ് 7 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. തെറ്റായ ഒരു വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇത്ര കണ്ട് വൈകി എന്ന ചോദ്യത്തിനും മന്ത്രിയിൽ നിന്ന് തന്നെ ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ശരി, മന്ത്രിമാർക്കിടയിൽ ഭിന്നതയുണ്ട് എന്നും മുഖ്യമന്ത്രിയെ താൻ അതൃപ്തി അറിയിച്ചു, പരാതി അറിയിച്ചു എന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് മന്ത്രി എം. രാജേഷ് അല്പസമയം മുമ്പ് വിശദീകരിച്ചത്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.